പാലക്കാട് പോളിംഗ് അവസാന ഘട്ടത്തിലും പുരോഗമിക്കുകയാണ്. ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്ക് തുടരുന്നു. 5:45 വരെ 66.30% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പാലക്കാട് നഗരസഭ, പിരായിരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. പാലക്കാട് വെണ്ണക്കരയിലെ ബൂത്തിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചോദിച്ചതിൽ പ്രതിഷേധം. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ രംഗത്തെത്തി. രാഹുൽ പുറത്തു പോകണമെന്നും ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി അരുൺ ആലത്തൂറൊപ്പം ചേരും. അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചോദിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധത്തിലേക്ക്. അരുൺ ആലത്തൂറൊപ്പം ചേർന്ന അരുൺ, എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം? സ്കൂളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥി എത്തുകയും ശേഷം ബൂത്തിനകത്ത് കയറി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തതാണ് അവിടെ സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. BJP പ്രവർത്തകരാണ് ആദ്യം ഇത്തരത്തിൽ ഈ ബൂത്തിനകത്ത് കയറിയും മറ്റും വോട്ടഭ്യർത്ഥന നടത്തരുത്, അത് നിയമപരമായി ശരിയല്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. പിന്നാലെ തന്നെ ഇടതുപക്ഷ പ്രവർത്തകരും അതേ സമാന കാര്യം ഉന്നയിക്കുകയായിരുന്നു. ഇതോടുകൂടെ അത് അംഗീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വലിയ രീതിയിലുള്ള ബഹളങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടി ചെയ്യാൻ സാധിക്കരുത് എന്ന ആവശ്യം അരുൺ തുടർന്നോളൂ. രാഹുൽ ഏറെ നേരം ബഹളം വെച്ച് അവിടുത്തെ വെണ്ണക്കരിയിലെ ബൂത്തിന്റെ അവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നാലെ തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ, അതായത് പാലക്കാട് നിന്നുള്ളതല്ല മറ്റ് ജില്ലകളിൽ നിന്നുള്ള ധാരാളം കോൺഗ്രസ് പ്രവർത്തകരും അവിടേക്ക് പിന്നീട് എത്തുകയും അത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതോടുകൂടെ തന്നെ പോലീസ് അവിടെ എത്തുകയും ഒക്കെ ആയിരുന്നു. നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത് ഈ രാഹുലും അതുപോലെ തന്നെ ചില മലപ്പുറം, മഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ ഉള്ള ആളുകൾ സൃഷ്ടിക്കുക, ബൂത്ത് പിടുത്തം എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് BJP ആണെങ്കിലും CPM ആണെങ്കിലും ആരോപിക്കുന്നത്. ഏതായാലും ഏറെ നേരം ഈ വെണ്ണക്കരിയിൽ സംഘർഷാവസ്ഥ ഉണ്ടാവുകയായിരുന്നു. നിരവധി പോലീസും മറ്റുമൊക്കെ എത്തിയാണ് അവിടുത്തെ ഈ ബഹളം വെക്കുന്നുണ്ടായിരുന്ന ആളുകളെയും മറ്റുമൊക്കെ അവിടെ നിന്ന് മാറ്റി സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. അതേസമയം തന്നെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം പലരും വലിയ രീതിയിൽ ഈ അവിടെ ബഹളവും മറ്റുമൊക്കെ ഉണ്ടായപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർക്ക് വലിയ ഭയമുണ്ടാവുകയും പലരും തിരിച്ചു പോകാൻ വരെ നിൽക്കുന്ന ഒരു സാഹചര്യവും വെണ്ണക്കരിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട്ടെ ഈ പോളിംഗ് ഇപ്പോൾ ഏറെക്കുറെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിലെ ഗേറ്റുകളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. 6 മണി വരെ ബൂത്തിനകത്തേക്ക് എത്തിയ ആളുകൾ അവരെല്ലാം തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അനുവദിക്കും. അതിനുശേഷം 6 മണിക്ക് ശേഷം എത്തുന്ന ആരെയും ഗേറ്റുകളും മറ്റുമൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ പോളിംഗ് ശതമാനം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് 5:45 വരെയുള്ള പോളിംഗ് ശതമാനമാണ്. അരുൺ, അതായത് വോട്ടെടുപ്പിന്റെ സമയം കഴിഞ്ഞു, പക്ഷേ അതിന് മുന്നേ തന്നെ 6 മണിക്ക് മുന്നേ തന്നെ അതാത് പോളിംഗ് ബൂത്തുകൾക്കുള്ളിൽ കയറിയവർക്ക് ടോക്കൺ നൽകി അവർക്ക് വോട്ടിടുന്നത് വരെ ആ പ്രക്രിയ തുടരും എല്ലാ ബൂത്തുകളിലും. അങ്ങനെ, അതായത് ആളുകൾ അവശേഷിക്കുന്ന ബൂത്തുകളിൽ അങ്ങനെയാവും അല്ലേ?
തീർച്ചയായിട്ടും കൂടുതൽ ആളുകളുള്ള എല്ലാ ബൂത്തുകളിലും ടോക്കൺ നൽകിയിട്ടുണ്ട്. ടോക്കൺ നൽകിയ ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായിട്ട് തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. നമുക്ക് ഏറ്റവും അവസാനമായി ലഭിച്ചിട്ടുള്ളത് 5:45 വരെയുള്ള പോളിംഗ് ശതമാനമാണ്. അത് 66.30% 5:45 വരെയുള്ള പോളിംഗ് ശതമാനം. അത് ഇനി എത്രത്തോളം ഉയരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് അറിയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനി പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ എത്ര ശതമാനത്തിലേക്ക് അത് എത്തി എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. 2021 പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം അത് 73.71%. 2021 പാലക്കാട് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിപ്പോൾ ഇത്തരത്തിൽ നിലവിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഈ 66 എന്നുള്ളത് 73ലേക്ക് 2021 പോളിംഗിലേക്ക് എത്തുമോ എന്നുള്ളത് ഇനി ഏതായാലും അറിയേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചധികം, അതായത് ഇത്തരത്തിൽ 73 അല്ല അതിൽ കൂടുതൽ പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും പോളിംഗ് ഈ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ നിമിഷം വരെ മനസ്സിലാവുന്നത്. അതേസമയം തന്നെ പുതിയ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഇതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നിലവിൽ ഏതായാലും എല്ലാ ബൂത്തുകളിലും ഗേറ്റുകൾ ക്ലോസ് ചെയ്തു. അവിടെ 6 മണിക്ക് മുൻപ് എത്തിയ ആളുകളെ എല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ ബൂത്തിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. മറ്റ് ആളുകളെയൊക്കെ ഇനി അരുൺ 67.53 പോളിംഗ് ശതമാനം എന്ന് അറിയുന്നു. അത് ഒഫീഷ്യലി പുറത്തു വരുന്നതല്ല എങ്കിൽ കൂടി ഏകദേശം ആധികാരികമായ ഒരു റിപ്പോർട്ടാണ്. പക്ഷേ 6 മണിക്ക് ശേഷവും വോട്ടിടുന്നവരുണ്ടാകും. അതെല്ലാം കൂടി ചേർത്താൽ 70-നരികെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തള്ളിക്കളയാനാവില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ഥിരീകരണം വരും വരെ കാത്തിരിക്കാം. എങ്കിൽ പോലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലേതെന്ന പോലെ ആൾക്കൂട്ടം ഒരുമിച്ച് വന്ന് വോട്ട് ചെയ്ത് നിരനിരയായി നിന്ന് അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നത് അത്ര പതിവുള്ള കാര്യമല്ല. പക്ഷെ പാലക്കാട് അത് സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് എന്തുകൊണ്ട് എല്ലാവരും വോട്ടിടണം അല്ലെങ്കിൽ കൂടുതൽ പേര് വോട്ടിടണം എന്ന തീരുമാനത്തിലേക്ക് എത്തി എന്ന ചോദ്യത്തിന് പ്രചാരണ രംഗത്ത് കണ്ട ആവേശം, ത്രികോണ പോരാട്ടത്തിൻ്റെ ആവേശം, മത്സരം അത്ര കണ്ട് കടുത്തതാണെന്ന തോന്നിപ്പിക്കൽ, അതൊക്കെയല്ലേ? പാലക്കാട്ടെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും വളരെ ഈ ആദ്യഘട്ടം മുതൽ തന്നെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലും മറ്റുമൊക്കെ ഇടം പിടിച്ചതായിരുന്നു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഒക്കെ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്യപ്പെടും എന്നുള്ളത് ഇപ്പോൾ ഈ നിമിഷം വരെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതായത് 2021 ആ പോളിംഗ് ശതമാനത്തിലേക്ക് ഇത്തവണ എത്തുമോ എന്നുള്ളതാണ് ഒന്ന് അറിയേണ്ടതുള്ളത്. അതേസമയം തന്നെ പലയിടങ്ങളിലും നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഓരോ ബൂത്തുകളിലും ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് പലയിടങ്ങളിലും പോളിംഗ് ശതമാനം വളരെ കുറവാണ് അനുഭവപ്പെട്ടത്. ആളുകളിലും വളരെ കുറവാണ് പല ബൂത്തുകളിലും അനുഭവപ്പെട്ടത്. അത് പ്രത്യേകം അനുഭവപ്പെട്ടത് ആളുകളിലും വളരെ കുറവാണ് പല ബൂത്തുകളിലും അനുഭവപ്പെട്ടത്. അത് പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ ബൂത്തുകളിലും അതുപോലെ തന്നെ കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിലൊക്കെയുള്ള ബൂത്തുകളിലുമൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ആളുകളുടെ വലിയ കുറവ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ എന്നുള്ള വ്യക്തിയെ 2021 ഈ ശ്രീധരനെ പോലുള്ള മികച്ച ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുമ്പോഴും ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മൂന്നാമതും വിജയിക്കാനായിരുന്നു. പക്ഷെ അത്തരത്തിൽ വിജയിച്ചിട്ട് പോലും ഷാഫി പാതി വഴിക്ക് ജനങ്ങളെ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു വിമർശനം ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായിട്ടും ഒരു വിമുഖത വോട്ട് രേഖപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും എല്ലാം ശക്തി കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ഒരു വിമുഖത ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് വോട്ടിംഗ് ശതമാനത്തിന്റെ അവസാന ശതമാന കണക്കുകൾ വരുമ്പോൾ മാത്രമേ നമുക്കതിൽ കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അതേസമയം തന്നെ ഈ BJPയുടെ മിക്ക ശക്തി കേന്ദ്രങ്ങളിലും നല്ല പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം. പ്രത്യേകിച്ച് ഈ മൂക്കാന്തറ, വടക്കന്തറ പോലുള്ള മേഖലകളിലൊക്കെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇവിടങ്ങളിലൊക്കെ നല്ല പെർസെന്റേജ് തന്നെ പോളിംഗിൽ നല്ല പെർസെന്റേജ് 80% പോളിംഗ് അവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഉള്ളത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഇനി എത്രത്തോളം ഉയരും, അതായത് ഈ 6 മണി വരെ എത്തിയ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. അവർക്കൊക്കെ ടോക്കൺ നൽകിയിട്ടുണ്ട്. അവരുടെയൊക്കെ പോളിംഗ് പൂർത്തിയാവുമ്പോൾ അവരൊക്കെ വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ എത്ര പെർസെന്റേജിലേക്ക് ഇത് എത്തും എന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടതുള്ളത്. കൃഷ്ണരാജ്. അരുൺ, ഈ BJP വലിയ ആത്മവിശ്വാസത്തിലാണ്.
അതിന് കാരണവുമുണ്ട്. നമ്മൾ ബൂത്തിൽ ചെന്ന് മൈക്ക് നീട്ടി ഓരോരുത്തരോടും വോട്ട് രേഖപ്പെടുത്തി ഇറങ്ങുന്നവരോട് ചോദിക്കുമ്പോൾ അവരുടെ അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽ അടിവരയിടുന്ന ഒരു വാക്കുണ്ട്, മാറ്റം അനിവാര്യമാണ് എന്ന്. അങ്ങനെ ഒരു മാറ്റമെങ്കിൽ അത് സ്വാഭാവികമായും കൃഷ്ണകുമാറിന് ആത്മവിശ്വാസം പകരുന്ന വാക്കുകളാണ്. എന്താണ് BJPയുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ? കൃഷ്ണരാജ്, BJPയെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായും ശക്തമായ സംഘടനാ സംവിധാനം പാലക്കാട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും ആത്മവിശ്വാസമുള്ള ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം, അവർ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇടത് വലത് മുന്നണികൾ വിവാദങ്ങൾക്ക് പുറകെ പോയപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വികസനമായിരുന്നു പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്നുള്ളതാണ്. അവരുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പൊതുവെ മാധ്യമങ്ങളും മറ്റുമൊക്കെ BJPക്കുള്ളിൽ ഭിന്നത എന്ന തരത്തിലൊക്കെ പലതരത്തിലുള്ള നെറേറ്റീവുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിനെയൊക്കെ അവർ കൃത്യമായിട്ട് തന്നെ പൊളിച്ചെടുക്കുന്ന ഒരു തരത്തിലുള്ള നടപടികളായിരുന്നു ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ ശോഭാ സുരേന്ദ്രനും മറ്റും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാലക്കാട്ടേക്ക് എത്തില്ല എന്നൊക്കെ തരത്തിലുള്ള വ്യാജ വാർത്തകൾ പല കോണുകളിൽ നിന്നും വന്നിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ അവരെ കൃത്യമായിട്ട് തന്നെ ഈ പ്രചാരണത്തിനും മറ്റും ഇറക്കുകയുണ്ടായി. കൂടാതെ ഈ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയതിന് പിന്നാലെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ ഒന്നടങ്കം മാറാൻ പോകുന്നു, നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ പോകുന്നു എന്നൊക്കെ തരത്തിലുള്ള വ്യാജ വാർത്തകൾ പല കോണുകളിൽ നിന്നും വരികയുണ്ടായി. പക്ഷേ അതേ കൗൺസിലർമാരെ പാലക്കാട് നഗരത്തിൽ അണിനിരത്തിക്കൊണ്ട് കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അവർ സംഘടിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ സംഘടനയ്ക്കുള്ളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസുഖബാധിതനായി നഗരസഭയിൽ എത്താൻ കഴിയാതിരുന്ന, പാർട്ടിയിൽ സജീവമാകാൻ കഴിയാതിരുന്ന കൗൺസിലർ പോലും വന്നു. അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അരുണിനൊപ്പം ചേർന്നതാണ്. തീർച്ചയായും നടേശൻ എന്ന കൗൺസിലർ, അദ്ദേഹം അസുഖബാധിതനായിട്ട് കുറേയായി കിടക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതുതന്നെയാണ് അവർ സംഘടനാപരമായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. സംഘടനയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി അവർ പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് BJPക്ക് പ്രധാനമായും ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം. രണ്ടാമത് ഘടകം എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങളല്ല ചർച്ചയാക്കിയത്, വികസനമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ പാലക്കാടിന് നൽകിയിട്ടുള്ള വിവിധ വികസന പദ്ധതികൾ, അത് 3800 കോടിയുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിയാണെങ്കിലും, അതല്ലെങ്കിൽ ഡിഫൻസ് പാർക്ക്, ഫുഡ് പാർക്ക്, അതുപോലെ തന്നെ IIT പോലുള്ള പദ്ധതികൾ, ഗ്രീൻഫീൽഡ് ഹൈവേ പോലെ പാലക്കാടിന് നൽകിയ പദ്ധതികൾ, ഒപ്പം തന്നെ പാലക്കാട് നഗരത്തിൽ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി അമൃത് പദ്ധതിയിലൂടെ നൽകിയ കോടികൾ, അങ്ങനെ ഇത്തരത്തിൽ വികസനം അത് BJPക്ക് ഇവിടെ ഒരു MLA യോ MP യോ പോലും ഇല്ലാതെ നരേന്ദ്രമോദി സർക്കാർ നിരവധി പദ്ധതികൾ പാലക്കാടിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരുന്നു BJPയുടെ ഒരു പ്രചാരണം. മറുരംഗത്ത് മറ്റൊരു വശത്ത് അവർ പ്രധാനമായും ഊന്നൽ നൽകിയത് ഈ ഷാഫി പറമ്പിലിനെ 3 തവണയാണ് പാലക്കാട്ടുകാർ ജയിപ്പിച്ചു വിട്ടത്. എന്നിട്ടും നിരവധി പദ്ധതികൾ ഇപ്പോഴും പാതി വഴിയിൽ കിടക്കുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ എടുത്തു കാണിച്ചു എന്നുള്ളതാണ്. അത് ടൗൺ ഹാളിന്റെ നവീകരണമാണെങ്കിലും, അതല്ലെങ്കിൽ പാലക്കാട്ടിലെ KSRTC ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടാണെങ്കിലും, അല്ലെങ്കിൽ പാലക്കാട്ടെ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം സംബന്ധിച്ചാണെങ്കിലും, മോയിൻസ് സ്കൂളിന്റെ ഡിജിറ്റലൈസേഷൻ സംബന്ധിച്ചാണെങ്കിലും, ഇങ്ങനെ ഷാഫി പറമ്പിൽ തൊട്ടുവെച്ച് പാതി വഴിയിൽ ഇട്ടിട്ട് പോയ നിരവധി പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഈ മെഡിക്കൽ കോളേജിന് ഉൾപ്പെടെ പിണറായി വിജയൻ സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതും, നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനം അതിനെ വെട്ടിക്കുറയ്ക്കുന്ന നടപടികൾ സ്വീകരിച്ചത്, ഇത്തരം വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവർ ആത്മവിശ്വാസമായി പ്രകടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ മുനമ്പം പോലുള്ള വിഷയങ്ങളും പാലക്കാട് പ്രധാന ചർച്ച തന്നെയായിരുന്നു. പാലക്കാട്ടെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു മുനമ്പം പോലുള്ള വിഷയം. വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു ബില്ല് നിയമസഭയിൽ ഐക്യകണ്ഠേന ഇടത് വലത് മുന്നണികൾ ചേർന്ന് പാസ്സാക്കുന്നു, അല്ലെങ്കിൽ സർക്കാരും പ്രതിപക്ഷവും ചേർന്ന് പാസ്സാക്കുന്ന അത്തരം നടപടികൾ, അതിനെ അവിടെ ചോദ്യം ചെയ്യുന്നതിന് പോലും ഒരാളുണ്ടായിരുന്നില്ല. അങ്ങനെ ചോദ്യം ചെയ്യണമെങ്കിൽ, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ശബ്ദമുയർത്തണമെങ്കിൽ അതിൽ ഒരു BJP MLA ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത അത് വോട്ടർമാരെ ബോധ്യപ്പെടുത്തിയായിരുന്നു അവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഏറ്റവും പുതുതായി ഇന്ന് വൈകിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്ത ഈ SDPI തന്നെ അവരുടെ വോട്ടുകൾ UDF
എഫിനാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതായത് തീവ്രവാദ സംഘടനകളുടെ വോട്ടുകൾ പോലും മേടിക്കുന്ന തരത്തിലേക്ക് UDF മാറി എന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായിട്ട് തന്നെ BJP തുറന്നു കാണിച്ചു എന്നുള്ളതാണ്. അവർ അരുണിലേക്ക് ഞാൻ തന്നെ വരാം. ഏതായാലും പോളിംഗ് സമയം അവസാനിച്ച് 15 മിനിറ്റും കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ചില ബൂത്തുകളിലെങ്കിലും വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താനായി ക്യൂവിൽ നിൽപ്പുണ്ട്. അത് 6 മണിക്ക് മുൻപ് എത്തിച്ചേർന്നവരാണ്. അവർ കൂടി വോട്ടിടുമ്പോൾ 70% പിന്നിടും എന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ ഉള്ളത്. നമുക്ക്